ബുദ്ധിയല്ല അഭിഷേകത്തിൻ്റെ ആധാരം. ബുദ്ധിശക്തിയോ സാമ്പത്തിക ഭദ്രതയോ കുടുംബ മഹിമയോ അല്ല കൃപയുടെ ആധാരം. എല്ലാവർക്കും മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും തിരുനാൾ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. വളരെ എളിയ സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വിശുദ്ധനെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ആർസിലെ വികാരിയെക്കുറിച്ച് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കുഞ്ഞുനാളിലെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സെമിനറി പരിശീലന കാലത്ത് മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ ലാളിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഒത്തിരി കേൾക്കുവാൻ ഇടവന്നിട്ടുണ്ട്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ വിശുദ്ധൻ്റെ പ്രവർത്തനം കൊണ്ട് പുണ്യഭൂമിയായ ആർസ് സന്ദർശിക്കുവാൻ സാധിക്കുമെന്ന്. അങ്ങനെ 2000 ആണ്ടിൽ ആർസ് സന്ദർശിക്കുവാനായിട്ടുള്ള ഒരവസരം കിട്ടി. അവിടേക്ക് പോകുമ്പോൾ എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, പട്ടണങ്ങളുടെ സമയമില്ലാത്ത ഒരു ചെറിയ ഗ്രാമം, അത് ലോകത്തിന് മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് ഇടവന്നത് ജോൺ മരിയ വിയാനി എന്ന ഈയൊരു വിശുദ്ധനിലൂടെയാണല്ലോ. ആ ചിന്തയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാം ശ്രദ്ധ പോകുന്നത് ഒരുപക്ഷെ അദ്ദേഹം താമസിച്ചിരുന്ന ആ പള്ളിമേടയിലേക്കാണ്. പള്ളിമേട എന്ന് പറയാൻ സാധിക്കുമോ? അത്രയ്ക്ക് ഒരു ചെറിയ കുടില്, അതിനകത്താണ് അദ്ദേഹം വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യത്തിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമായിട്ട് ആ ഭവനത്തിൻ്റെ അവശിഷ്ടം ഇന്നവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫ്രഞ്ച് വിപ്ലവത്തിന് 3 വർഷം മുൻപ്, അതായത് 1786 ഒരു എളിയ കർഷക കുടുംബത്തിൽ ജോൺ മരിയ വിയാനി ജനിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തിക്തഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാര്യമായ വിദ്യാഭ്യാസം ലഭിച്ചില്ല. മതബോധനം പോലും അദ്ദേഹം വളരെ രഹസ്യമായിട്ടാണ് നടത്തിയിരുന്നത്. പിന്നീട് ആദ്യ കുർബാന സ്വീകരിക്കുന്നതും വലിയ ആഘോഷങ്ങളില്ലാതെ. അദ്ദേഹത്തിൻ്റെ സെമിനറി പഠനകാലത്ത് ഇവിടെയെല്ലാം ആമുഖങ്ങളിൽ എടുത്തു പറഞ്ഞതുപോലെ വലിയ പ്രത്യേകതകളോ വൈഭവങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെങ്കിലും ദൈവഭക്തിയിൽ, പ്രത്യേകിച്ച് മരിയ ഭക്തിയിൽ വളരെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ നന്മ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് പൗരോഹിത്യം 1815 നൽകിയത്. നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത് ബുദ്ധിയല്ല അഭിഷേകത്തിൻ്റെ ആധാരം. ബുദ്ധിശക്തിയോ സാമ്പത്തിക ഭദ്രതയോ കുടുംബ മഹിമയോ അല്ല കൃപയുടെ ആധാരം. അത് നമ്മുടെ എല്ലാം മനസ്സിൽ ആഴത്തിൽ പതിയേണ്ട ഒരു ദിവസമാണ്. ദൈവഭക്തിയാണ്, ദൈവത്തോടുള്ള ആഴമായ ബന്ധമാണ് ഒരു വ്യക്തിയെ നല്ലൊരു വൈദികനായിട്ട് മാറ്റുന്നത്. 3 കൊല്ലക്കാലം അദ്ദേഹം അധികം ആരും അറിയപ്പെടാത്ത രീതിയിൽ അരമനയുമായി ബന്ധപ്പെട്ടും ചെറിയ ശുശ്രൂഷകളിലുമെല്ലാം കഴിഞ്ഞു. കാരണം അദ്ദേഹത്തെ ഒരു ഇടവകയിലേക്ക് വിടാനുള്ള കോൺഫിഡൻസ് ഒരുപക്ഷെ അധികാരികൾക്കില്ലായിരുന്നു. എങ്ങനെ പ്രബോധനങ്ങൾ നൽകും, കുമ്പസാരത്തിന് അണയുന്നവർക്ക് എങ്ങനെ നല്ല ഉപദേശങ്ങൾ നൽകും, അതെല്ലാം ആ ചിന്തയിലായിരിക്കാം. പക്ഷെ അവരവസാനമായിട്ട് ഒരു തീരുമാനമെടുത്തു. പൂട്ടിക്കിടക്കുന്ന ഒരു പള്ളിയിലേക്ക് അദ്ദേഹത്തെ അയക്കാം, വലിയ കുഴപ്പമില്ല. അവിടെ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചങ്ങനെ ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ ഇരുന്നു കൊള്ളും. 200 കുടുംബങ്ങളുള്ള ഒരിടവക, അവിടേക്കാണ് അയച്ചത്. പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ പോകാം. കാരണം എവിടെയെങ്കിലും ഒന്ന് പോകണം, തൻ്റെ പൗരോഹിത്യ ധർമ്മങ്ങൾ നിർവഹിക്കണം എന്നാഗ്രഹിച്ച് കഴിയുന്ന ഒരവസരത്തിൽ വളരെ സന്തോഷത്തോടു കൂടെയാണ് അദ്ദേഹം പോകുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം ആർസ് എന്ന ഈ ഇടവകയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങളടങ്ങിയ ബാഗുമായി അങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ നടന്നു നീങ്ങുമ്പോൾ ആ നടത്തം ചരിത്രത്തിലേക്കാണെന്ന് അന്ന് ആരും അറിഞ്ഞില്ല. അത്രമാത്രം തൻ്റെ ജീവിതം കൊണ്ട്
ലോകത്തിന് വലിയ സാക്ഷ്യം നൽകിയ ഒരു വ്യക്തി. നമുക്കറിയാം, അദ്ദേഹം പോകുന്ന ഇടവക, ആ ഇടവകയുടെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. ഒരുപക്ഷെ ഇന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും, അത്തരത്തിലുള്ള ഒരു ഇടവകയിലേക്കാണ് ഞാനോ നിങ്ങളോ അയക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യാത്രാ സൗകര്യങ്ങൾ ദുർലഭമായിരുന്ന ആ കാലത്ത് പുതിയതായി നിയമനം കിട്ടിയ ഇടവകയിലേക്ക് ആ വൈദികൻ അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഒരു ബാലൻ സ്ഥലം കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നത്. അവൻ പല കാര്യങ്ങളും അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛ, ഇവിടെ വന്ന ഒരു വൈദികനും അധിക ദിവസം ഇവിടെ താമസിച്ചിട്ടില്ല. അവർ വന്നാൽ അധികം താമസിയാതെ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ് പതിവ്. എങ്കിലും അച്ഛന് അവിടെ പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കാം. അങ്ങനെ അച്ഛൻ ആ സ്ഥലത്തെത്തുകയാണ്. അപ്പോഴേ അനുസരണയോടെ ഈ അദ്ദേഹത്തിൻ്റെ പെട്ടി എടുക്കുകയും വഴി കാട്ടി കൊടുക്കുകയും ചെയ്തു ഈ ബാലൻ. അപ്പോഴാണല്ലോ അദ്ദേഹം പറയുന്നത്, നീ എനിക്ക് അവിടേക്കുള്ള വഴി കാണിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗത്തിൻ്റെ വഴി കാട്ടിത്തരാം. ആ വാക്ക് ഈ വൈദികൻ പാലിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു കൊടുത്തത് ആ ബാലന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ എല്ലാ ജീർണതകളിലും മുങ്ങി ക്രിസ്തീയതയുടെ എല്ലാ മൂല്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞ് ആത്മീയതയുടെ സകല ശോഭയും കെട്ടുനിന്ന ഒരു ഗ്രാമത്തിലെ മനുഷ്യർക്ക്, ഒരു കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ സഭ ആ വൈദികനെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി ഉയർത്തുകയാണ്. ഒരിടവകയിൽ മാത്രം വികാരിയായിരുന്നു കൊണ്ട് ലോകം മുഴുവനുമുള്ള വൈദികരുടെ മാതൃകയായി മാറിയ വിശുദ്ധ ജോൺ മരിയ വിയാനി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതപാതയിലേക്ക് വരുമ്പോൾ അധാർമികമെന്ന് കരുതപ്പെട്ട ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അധികാരികൾ ജോനാ പ്രവാചകനെ നിനേവയിലേക്ക് അയച്ച ഒരു സാദൃശ്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ജോനാ പ്രവാചകൻ കാര്യം മനസ്സിലാക്കുമ്പോഴേ അവിടെ ഓടിക്കളയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുരോഹിതൻ ദേവാലയം വൃത്തിയാക്കി വിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് മുട്ടിന്മേൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. നേരത്തെ കണ്ട നമ്മുടെ ബാലൻ ചന്തസ്ഥലത്തൊക്കെ പോയി ചില ആളുകളോട് പറഞ്ഞു, ഇവിടെ ഒരച്ഛൻ വന്നിട്ടുണ്ട്, വലിയ ഭംഗിയൊന്നുമില്ല, സംസാരവും അത്ര ശ്രേഷ്ഠമല്ല, ഇത് കേട്ടപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ആ ആലയത്തിലേക്ക് രാവിലെ അവർ വന്ന് നോക്കുന്നത്. രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ വൈദികൻ മുട്ടുകുത്തി നിൽക്കുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുന്നു. അവർ പോയി കുറേ കഴിഞ്ഞ് അദ്ദേഹം ഈ പണി മതിയാക്കി പോയിട്ടുണ്ടാകുമെന്ന് കരുതി അവിടേക്ക് ഉച്ചയോടുകൂടെ ദേവാലയത്തിൽ വന്ന് നോക്കുമ്പോഴും ഈ വൈദികൻ അവിടെ രണ്ട് കരങ്ങളും വിരിച്ച് മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവർ പോയി മടങ്ങി വന്നു. വൈകുന്നേരമെങ്കിലും ഇദ്ദേഹം ഇത് നിർത്തിയിട്ടുണ്ടാകാം. വൈകുന്നേരം വന്നപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ വൈദികൻ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് അവർ കണ്ടു. ഇതൊരു സാധാരണ വൈദികനല്ല. ഇദ്ദേഹത്തിൽ പലതും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ അവർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഉരുകുന്ന മനസ്സോടെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രാർത്ഥനയിൽ ആമഗ്നനായിരുന്ന ജോൺ മരിയ വിയാനി ആ പ്രദേശത്തിലെ പ്രിയപ്പെട്ടവരുടെ മനം കവരുകയാണ്. അദ്ദേഹം അവിടെയുള്ളവരോട് ചോദിച്ചു, ആരുമെന്തേ ഞായറാഴ്ച പോലും ദേവാലയത്തിൽ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അവരെല്ലാം ഡാൻസ് ബാറുകളിലാണ്, കൃഷിയിടങ്ങളിലാണ്, ഭവനങ്ങളിലാണ്, ആർക്കും സമയമില്ല. വിയാനി അച്ഛൻ അവരെ തേടി ഡാൻസ് ബാറുകളിലേക്കും ജോലിയിടങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും പോയി. ആദ്യമെല്ലാം അവർ അദ്ദേഹത്തെ കളിയാക്കി.
ഇതാ ഒരു വൈദികൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾ എത്രയെത്ര വൈദികരെ കണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം ചില കൃഷിയിടങ്ങളിൽ ചിലരുടെ എല്ലാം കൃഷിപ്പണിയിൽ സഹായിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ സഹായിച്ചല്ലോ, ഇനി നിങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന് അല്പനേരം ചെലവഴിച്ചു. അങ്ങനെ പതിയെ പതിയെ അവിടെ കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങി. ഈ പ്രക്രിയ മിസ്റ്റർ ജോൺ മരിയ വിയാനി നീണ്ട 12 വർഷക്കാലം തുടർന്നു എന്നതാണ്. ആ ഇടവകയെ മാറ്റിയെടുക്കുവാൻ നിരന്തരമായ തൻ്റെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി 12 നീണ്ട വർഷങ്ങൾ കൊണ്ട് ആർസ് എന്ന് പറയുന്ന എല്ലാവരും തിന്മയുടെ ദേശമെന്ന് പറഞ്ഞ ആ ദേശം ഒരു പുണ്യഭൂമിയായി മാറുന്ന ചിത്രമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് ഒരു വർഷം 4 ലക്ഷത്തിലധികം പേർ വന്ന് ആ പുണ്യ ദേവാലയത്തിലെ ആരാധനയിൽ പങ്കുചേരുകയും അവിടെ വന്ന് അവർ വിശുദ്ധ കുമ്പസാരത്തിനടയുകയും ചെയ്തു എന്നത് നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ബലിയർപ്പിക്കുമ്പോൾ ദേവാലയത്തിൽ സ്ഥലം തികയാതെ അത്രയ്ക്ക് ജനം ഓടിക്കൂടി. ആ ഇടവക പുതിയൊരു ചൈതന്യം പ്രാപിച്ചു. ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുന്ന ഒരു ദിവ്യ ആലയമായി അത് മാറി. വിയാനി ആ ഇടവകയെ മാറ്റിയെടുത്തത് തൻ്റെ വാഗ്മയത്താലല്ല, തൻ്റെ വൈയക്തികമായ കഴിവുകളാലല്ല, തൻ്റെ മുട്ടിന്മേലുള്ള പ്രാർത്ഥനയാൽ സ്വർഗത്തെ ആർസിലെ ദേവാലയത്തിലേക്ക് ഇറക്കി. സ്വർഗത്തെ ആർസിലെ ആ ദേവാലയത്തിലേക്ക് അദ്ദേഹം ഇറക്കിക്കൊണ്ടുവന്നത് തൻ്റെ നിരന്തരമായ കഠിനമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതിൻ്റെ ശക്തിയാലാണ് ആർസ് ഒരു വിശുദ്ധ ഭവനമായി മാറുന്നത്. ഒരു വൈദികന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരുപക്ഷെ അവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറുതും അതേസമയം ഏറ്റവും വലുതുമായ കാര്യം പ്രാർത്ഥിക്കുക എന്നതാണ്. ആ പ്രാർത്ഥനയിലൂടെ തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമൂഹത്തെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വലിയ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ആഘോഷങ്ങളും തിരുനാളുകളും എല്ലാം നടത്തുമ്പോൾ നമ്മൾ വിലയിരുത്തി അവസാനം പറയും, എന്തേ നമ്മുടെ ജനത്തിന് മാറ്റമുണ്ടാകാത്തത്? അപ്പോൾ വിയാനി അച്ഛൻ നമുക്ക് പറഞ്ഞു തരും, അതിന് നിങ്ങൾ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ. മറ്റുള്ളവർക്ക് ഈശോയെ അനുഭവിക്കാൻ സാധിക്കണം. അതിന് എൻ്റെ ഈശോയോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ജീവിത വിശുദ്ധി എപ്രകാരമാണോ അപ്രകാരമായിരിക്കും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജനത്തെ വിശുദ്ധിയിലേക്ക് എനിക്ക് നയിക്കുവാൻ സാധിക്കുക. സുവിശേഷത്തോടുള്ള എൻ്റെ വിശ്വസ്തത, എൻ്റെ സമർപ്പണം എപ്രകാരമാണ്? എൻ്റെ സമർപ്പണം പൂർണ്ണമെങ്കിൽ വിയാനി അച്ഛനെ പോലെ എനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഏത് സമൂഹത്തെയും ക്രിസ്തുവിനായി വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. മുട്ടിന്മേൽ നിന്നുള്ള ഒരു വിശ്വാസം, മുട്ടിന്മേൽ നിന്നുള്ള ഒരു സമർപ്പണം, മുട്ടിന്മേൽ നിന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനായിട്ടുള്ള അഭിഷേക സമർപ്പണം എൻ്റെ ഇടവകയെ ഒരു പുതു ചൈതന്യത്തോടെ, പുത്തൻ ചൈതന്യത്തോടുകൂടെ നവീകരിച്ച് നൽകും എന്നതിൽ തർക്കമില്ല. അപ്രകാരമുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ രൂപപ്പെടുത്താൻ നമ്മുടെ ശുശ്രൂഷ വഴി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും കുടുംബാംഗങ്ങളും വൈദികരായ ഞങ്ങളുടെ ശുശ്രൂഷ ഫലവത്താകുവാനായിട്ട് ഈ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കണം. വൈദികരായ ഞങ്ങൾ ഇന്നിൻ്റെ ലോകത്തിലേക്ക് ക്രിസ്തുവിനെ നൽകുവാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ താങ്ങായി കരുത്തായി നിങ്ങളും ഉണ്ടാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.